കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ സ്വർഗത്തിനായി വൻ നേട്ടങ്ങൾ കൊയ്ത ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിത കഥയാണ് ഇന്നത്തെ ടീൻ സെയിൻസ് എപ്പിസോഡ് പങ്കുവെക്കുന്നത്. രക്തസാക്ഷി മകുടമോ അസ്വാഭാവിക അത്ഭുതങ്ങളോ എടുത്തു പറയത്തക്ക അഭൗമിക സവിശേഷതകളോ ഇല്ലാത്ത ആ പെൺകുട്ടിയെ വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ ഏറ്റവും വലിയ വിശുദ്ധ എന്നായിരുന്നു. തന്നിൽ എരിഞ്ഞിരുന്ന ദൈവസ്നേഹാഗ്നിയാൽ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ വിശുദ്ധ ചെറുപുഷ്പമായി നിത്യം ശോഭിക്കുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിത കഥയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് തന്റെ സ്വർഗം ചെലവഴിക്കുമെന്ന് ചെറുപ്പത്തിലെ തന്നെ സ്വപ്നം കണ്ട വിശുദ്ധിയായിരുന്നു കൊച്ചു ത്രേസ്യ. മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കണ്ണിലുണ്ണിയായിരുന്ന അവളുടെ ബാല്യം ഏറെ സന്തോഷപ്രദമായിരുന്നു. എന്നാൽ അമ്മയുടെ മരണത്തിൽ ആരംഭിച്ച പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വേർപാട് അവളെ മാനസികമായി തളർത്തി. ഫ്രാൻസിലെ അലൻസോൺ പട്ടണത്തിലെ മാർട്ടിൻ സെലിഗുരിൻ ദമ്പതികളുടെ 5 പെൺമക്കളിൽ ഇളയവളായിരുന്നു കുഞ്ഞു തെരേസ. അഞ്ചു പെൺമക്കളെയും കർത്താവിന്റെ മണവാട്ടികളായി സമർപ്പിച്ച ആ അനുഗ്രഹീത ദമ്പതികളെ പിൽക്കാലത്ത് സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ജനിച്ചപ്പോൾ തന്നെ മക്കളെ മാതാവിന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ച മാതാപിതാക്കൾ അവരെ ദൈവഭയത്തിലും വിശുദ്ധിയിലും വളർത്തുന്നതിൽ ഏറെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. കുസൃതിക്കുരുന്നായിരുന്നെങ്കിലും കുഞ്ഞു തെരേസ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിമാരും അവളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. ഓമനത്തും തുളുമ്പുന്ന അവളുടെ പെരുമാറ്റ രീതികളും നിഷ്കളങ്കമായ ചോദ്യങ്ങളും ഒപ്പം പിടിവാശിയും വികൃതിയും എല്ലാവരെയും അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. മാതാപിതാക്കൾക്കും ചേച്ചിമാർക്കും ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യില്ലെന്ന് കുഞ്ഞിലെ അവൾക്ക് നിഷ്ഠയുണ്ടായിരുന്നു. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായാൽ ഉടൻ തന്നെ ക്ഷമ ചോദിക്കുന്ന അവളുടെ സ്വഭാവം മാതാപിതാക്കളിൽ വരെ അത്ഭുതമുളവാക്കി. താൻ സ്വർഗത്തിൽ പോകുമോ എന്ന് അവൾ അമ്മയോട് ആവർത്തിച്ച് ചോദിക്കുമായിരുന്നു. അമ്മയോടുള്ള സ്നേഹം കൂടുമ്പോൾ അമ്മ വേഗം മരിച്ച് സ്വർഗത്തിൽ പോകട്ടെ എന്ന് നിറഞ്ഞ നിഷ്കളങ്കതയോടെയും പുഞ്ചിരിയോടെയും അവൾ ആശംസിക്കുമായിരുന്നു. അങ്ങനെ സുഹൃതിനിയായ വികൃതിയായി വളർന്ന അവളുടെ ആനന്ദനിർഭരമായ ബാല്യത്തിന് വിരാമം കുറിച്ച് മാർട്ടിൻ കുടുംബത്തിന്റെ വിളക്കായിരുന്ന സെലിഗുരിൻ ഇഹലോകവാസം വെടിഞ്ഞു. സെലിഗുരിന്റെ മൃതദേഹത്തെ നോക്കി ലൂയി മാർട്ടിനും പറക്കമുറ്റാത്ത 5 കുട്ടികളും നിർനിമേഷരായി നിന്നു. തൻ്റെ ഏറ്റവും മൂത്ത സഹോദരിയായ പൗളിനോട് ചേർന്ന് നിന്ന് കുഞ്ഞു തെരേസ പറഞ്ഞു, പൗളിൻ ചേച്ചിയായിരിക്കും ഇനി എൻ്റെ അമ്മ. അമ്മച്ചിയുടെ മരണത്തോടെ കുഞ്ഞു തെരേസയുടെ പ്രസരിപ്പിനും ഉന്മേഷത്തിനും സാരമായ മങ്ങലേറ്റു. അമ്മയെ നഷ്ടപ്പെട്ടെങ്കിലും അമ്മ പകർന്ന ദൈവവിശ്വാസവും പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയവും ആ കുഞ്ഞുങ്ങൾ മുറുകെ പിടിച്ചു. ലൂയി മാർട്ടിൻ മക്കളുടെ ശാരീരികവും ആത്മീയമായ വളർച്ചയിൽ അതീവ ശ്രദ്ധ ചെലുത്തി. ചേച്ചിമാർ അനുജത്തിമാരെ മക്കളെ പോലെ സ്നേഹിച്ചു വളർത്തി. അമ്മ മരിച്ചതിൻ്റെ നഷ്ടബോധത്തിലേക്ക് തെരേസ തള്ളപ്പെടാൻ അപ്പച്ചനും സഹോദരിമാരും അനുവദിച്ചില്ല. മക്കളോടൊത്തുള്ള സായാഹ്ന സവാരികൾ അപ്പച്ചൻ പതിവാക്കി. കൊച്ചുറാണി എന്നാണ് അപ്പച്ചൻ അവളെ വിളിച്ചിരുന്നത്. സ്നേഹം കൂടുമ്പോൾ അപ്പച്ചനെ രാജാവ് എന്നാണ് കുഞ്ഞു തെരേസ വിളിച്ചിരുന്നത്. കൊച്ചുറാണിയുമൊത്ത് മീൻ പിടിക്കാൻ പോകുന്നത് അവളുടെ അപ്പച്ചൻ ഏറെ ആസ്വദിച്ചിരുന്നു. അമ്മയെ നഷ്ടപ്പെട്ട കൊച്ചുറാണിക്ക് അവളുടെ മൂത്ത സഹോദരി പൗളിൻ അമ്മയും കൂട്ടുകാരിയും വഴികാട്ടിയുമായിരുന്നു. പൗളിൻ അവളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും അവൾക്ക് ആവശ്യമായതെല്ലാം ഒരമ്മയെപ്പോലെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. തൻ്റെ സംശയങ്ങളും രഹസ്യങ്ങളും കൊച്ചുറാണി പങ്കുവച്ചിരുന്നത് പൗളിനോടായിരുന്നു. അവളുടെ മറ്റ് സഹോദരിമാരായിരുന്ന മരിയ, ലയോണി, സെലിൻ എന്നിവരും
അവളുടെ കൊച്ചനുജത്തിയെ ഏറെ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ബോർഡിങ്ങിൽ നിന്നും വീട്ടിലെത്തുന്ന തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ സ്നേഹനിധിയായ പിതാവ് ആഹ്ലാദത്തിൻ്റെയും സംതൃപ്തിയുടെയും നൃത്തച്ചുവടുകൾ വയ്ക്കുമായിരുന്നു. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ആ പിതാവ് അവരെ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും അച്ചടക്കത്തിലും വിശുദ്ധിയിലും വളർത്തി. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തെരേസ വളരെ മിടുക്കിയായിരുന്നു. തൻ്റെ ഇണപിരിയാത്ത കൂട്ടുകാരിയുമായിരുന്ന സെലിൻ്റെ സ്കൂൾ പഠനം അവസാനിച്ചതോടെ സ്കൂളിൽ പോകാനുള്ള ഉത്സാഹം അവൾക്ക് നഷ്ടമായി. തുടർന്ന് ആ കൊച്ചുമിടുക്കിയുടെ പഠനവും സഹോദരിമാർ തന്നെ ഏറ്റെടുത്തു. തൻ്റെ സാന്നിധ്യത്താലും നിഷ്കളങ്കതയാലും അവൾ തൻ്റെ കുടുംബത്തിന് ഏറെ സന്തോഷം പ്രദാനം ചെയ്തു. അമ്മയെ നഷ്ടമായ ശേഷം തനിക്ക് രണ്ടാം അമ്മയായി മാറിയ പൗളിനും അവളിൽ നിന്നും വേർപിരിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയം അടുത്തു. ഭൂമിയിലുള്ള ബന്ധങ്ങളുടെ അസ്ഥിരതയും നൈമിഷികതയും അവളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നിദാനമായി. തൻ്റെ എല്ലാമായിരുന്ന പൗളിൻ ചേച്ചി മഠത്തിൽ പോകുന്നത് അവൾക്ക് സന്തോഷപ്രദമായ കാര്യമായിരുന്നെങ്കിലും അവളിൽ നിന്നുള്ള വേർപാടിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലും കൊച്ചുറാണിയെ ഏറെ തളർത്തുന്ന ഒന്നായിരുന്നു. മണിക്കൂറും ഈശോയെ സ്നേഹിക്കുന്ന കന്യകകളാണ് കർമ്മലീത്ത മഠത്തിലെന്നും അവരിൽ ഒരാളാകാനാണ് താൻ പോകുന്നതെന്നും പറഞ്ഞ് പൗളിൻ അവളെ ആശ്വസിപ്പിച്ചു. കർമ്മല മഠത്തിൽ ചേർന്ന് ഈശോയുടെ മാത്രം സ്വന്തമാകാൻ കൊച്ചുറാണിക്കും ആഗ്രഹമുണ്ടായി. പൗളിന്റെ മഠത്തിലേക്കുള്ള യാത്ര മാർട്ടിൻ കുടുംബത്തെ ഒരിക്കൽ കൂടി വേർപാടിന്റെ നൊമ്പരത്തിലാഴ്ത്തി. ജീവിതം വേർപാടും സഹനവും മാത്രമാണോ എന്ന് തെരേസ ചിന്തിച്ചുപോയി. താൻ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന അപ്പച്ചനോടും സഹോദരിമാരോടും യാത്ര പറയുമ്പോഴും തൻ്റെ ചേച്ചിയുടെ മുഖത്ത് നിഴലിച്ചിരുന്ന ആത്മനിർവൃതി അവൾ ശ്രദ്ധിച്ചു. ഉണ്ണീശോയുടെ കൊച്ചു ത്രേസ്യ എന്ന പേര് സ്വീകരിച്ച് കർമ്മലമഠത്തിൽ ചേരാൻ അവൾ തീവ്രമായി അഭിലഷിച്ചു. വിശുദ്ധ കൊച്ചു ത്രേസ്യ തന്റെ ആത്മകഥയിൽ ഇങ്ങനെ കുറിച്ചു: എന്റെ ജീവിതകാലം മുഴുവനും സ്നേഹം കൊണ്ട് എന്നെ സമാവരണം ചെയ്യുവാൻ ദൈവം തിരുമനസ്സായി. പുഞ്ചിരിയും അത്യന്തം സ്നേഹമസൃണമായ ലാളനങ്ങളും കൊണ്ട് എന്റെ ആദ്യ സ്മരണകൾ മുദ്രിതമായിരിക്കുന്നു. തന്റെ കുടുംബത്തോടുള്ള തീവ്രമായ സ്നേഹം പലപ്പോഴും അവളെ രോഗാവസ്ഥയിലേക്ക് വരെ നയിച്ചിരുന്നു. പൗളിൻ ചേച്ചി ഇല്ലാത്ത അവസ്ഥ തെരേസയെ വല്ലാത്ത ശൂന്യതയിലാഴ്ത്തി. തൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരിയും അമ്മയും അധ്യാപികയും കൂട്ടുകാരിയുമായിരുന്ന പൗളിൻ്റെ അസാന്നിധ്യം മൂലം അവൾ രോഗിയായി മാറി. നിരന്തരമായ തലവേദനയും മാനസിക അസ്വസ്ഥതകളും അവളെ അലട്ടി. അവളുടെ അനാരോഗ്യത്തിൽ മാർട്ടിൻ കുടുംബം മുഴുവൻ അസ്വസ്ഥരായി. തൻ്റെ കൊച്ചുറാണിയുടെ വിഷാദജനകമായ അവസ്ഥ അവളുടെ വത്സല പിതാവിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പ്രാർത്ഥിച്ചും പരിലാളിച്ചും അവളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കുടുംബാംഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. പൗളിൻ ചേച്ചിയുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ നിന്ന് കരകയറുമ്പോഴായിരുന്നു മരിയ ചേച്ചിയുടെയും ലയോണി ചേച്ചിയുടെയും മഠത്തിലേക്കുള്ള യാത്ര. മക്കൾ ഓരോരുത്തരും യാത്ര പറഞ്ഞ് വീടിൻ്റെ പടികളിറങ്ങുമ്പോൾ അപ്പച്ചൻ അനുഭവിച്ച വേദനയും ഹൃദയത്തിൻ്റെ വിങ്ങലുകളും അവൾ മനസ്സിലാക്കി.
എന്നാൽ അദ്ദേഹം പരിഭവപ്പെടുകയോ പരാതിപ്പെടുകയോ ചെയ്തില്ല. ഉടമസ്ഥനെ തിരിച്ചേൽപ്പിക്കേണ്ട കാവൽ മുതലുകളായാണ് തൻ്റെ പെൺമക്കളെ അദ്ദേഹം കരുതിയിരുന്നത്. അങ്ങനെ ചെറുതായി വന്ന മാർട്ടിൻ കുടുംബത്തിൽ സെലിനും തെരേസയും മാത്രം ശേഷിച്ചു. തൻ്റെ കുഞ്ഞുമകളുടെ ശൈശവ ദിശയിൽ നിന്നും സ്വതന്ത്രയാക്കി ദൈവാശ്രയത്വത്തിൽ വളർത്തുവാനായി ഒരിക്കൽ ക്രിസ്മസിൻ്റെ അവസരത്തിൽ ചിമ്മിനിക്കടുത്തുള്ള ചെരുപ്പിൽ സമ്മാനങ്ങൾ കരുതുന്ന പതിവിൽ നിന്ന് മാർട്ടിൻ പിൻവാങ്ങി. ഇത് തെരേസയ്ക്ക് ഹൃദയഭേദകമായിരുന്നു. അവളുടെ തൊട്ടാവാടി സ്വഭാവം അറിഞ്ഞിരുന്ന സെലിൻ ചേച്ചി അവളോടൊപ്പം കരയാൻ ഭാവിച്ചു. എന്നാൽ ത്രേസ്യയിൽ പെട്ടെന്ന് ഒരു ഹൃദയ പരിവർത്തനമുളവായി. നിത്യസമ്മാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ ലോകത്തിലെ ത്യാഗങ്ങളും വേദനകളും വളരെ നിസ്സാരമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ആത്മീയ പക്വതയിലേക്ക് അവൾ വളർന്നു കഴിഞ്ഞിരുന്നു. അമ്മച്ചിയുടെ മരണത്തോടെ നഷ്ടമായ ആത്മീയ വീര്യം അന്ന് കൊച്ചു ത്രേസ്യയ്ക്ക് തിരിച്ചു കിട്ടി. ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അവളത് നിലനിർത്തുകയും ചെയ്തു. സ്വർഗത്തിനായി ആത്മാക്കളെ നേടാൻ കൊച്ചു ത്രേസ്യ തന്റെ കൊച്ചു ത്യാഗങ്ങൾ കാഴ്ചവെച്ചു. ഈശോയുടെ സ്നേഹത്തിന്റെ അടയാളമായ കുരിശുമരണത്തിന് പകരമായി രക്തസാക്ഷിത്വം വരിച്ച് മരണം പുലുകുക എന്നത് അവളുടെ ഒരു സ്വപ്നമായിരുന്നു. ആത്മീയ ഗൗരവവും ആത്മാക്കൾക്കായുള്ള ദാഹവും തെരേസയിൽ വർദ്ധിച്ചുകൊണ്ടിരുന്നു. ക്രൂശിതനായ ഈശോയുടെ "എനിക്ക് ദാഹിക്കുന്നു" എന്ന സ്വരം അവളുടെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ലോകത്തിലുള്ള എല്ലാ പാപികളെയും രക്ഷിക്കുവാനായി ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ ആ 14-കാരി കൊതിച്ചു. ആ ഇടയ്ക്കാണ് അവൾ ഫ്രാൻസിനി എന്ന കൊലപാതകിയെക്കുറിച്ച് കേട്ടത്. കള്ളനും കൊലപാതകിയുമായിരുന്ന അയാൾക്ക് കോടതി വധശിക്ഷ വിധിച്ചു. എന്തു വില കൊടുത്തും അയാളെ നരകത്തീയിൽ നിന്നും രക്ഷിക്കണമെന്ന് അവൾ ഉറച്ചു. കണ്ണീരൊഴുക്കി കൊച്ചു കുഞ്ഞിനെ പോലെ തെരേസ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ നിന്ന് അവൾ അറിഞ്ഞു, വധയന്ത്രത്തിലേക്ക് തലവെക്കുന്നതിന് മുമ്പ് തൊട്ടടുത്ത് നിന്നിരുന്ന വൈദികന്റെ കയ്യിൽ നിന്നും അയാൾ കുരിശുരൂപം വാങ്ങി ചുംബിച്ചതായി. നിറഞ്ഞ സന്തോഷത്താലും നന്ദിയാലും അവൾ തൻ്റെ ആദ്യത്തെ ആത്മീയ സന്താനത്തെ സ്വർഗത്തിന് സമർപ്പിച്ചു. വീട്ടിലെ തിരക്കുകളുടെയും ഇതര ജോലികളുടെയും ഇടയിൽ ഈശോയെ താൻ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാനാവുന്നില്ലെന്ന് തെരേസയ്ക്ക് അനുഭവപ്പെട്ടു. ഈശോയുടെ മണവാട്ടിയായി അവിടുത്തെ വേലയിൽ മാത്രം വ്യാപൃതയാകാൻ അവൾ ആഗ്രഹിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തെരേസയുടെ മനസ്സിൽ മുട്ടിട്ട കർമ്മല കന്യകയാകാനുള്ള ആഗ്രഹം വളർന്നുകൊണ്ടിരുന്നു. തൻ്റെ ആത്മമിത്രമായിരുന്ന സെലിൻ ചേച്ചിയോട് അവൾ ഈ ആഗ്രഹം പങ്കുവച്ചു. ഒരാത്മാവും 2 ശരീരവുമായി ജീവിച്ചിരുന്ന തൻ്റെ അനുജത്തിയുടെ വേർപാട് ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ലെങ്കിലും സെലിൻ ഒന്നും എതിർത്തു പറഞ്ഞില്ല. അപ്പച്ചനോട് ഇതേപ്പറ്റി പറയുന്നതിനെപ്പറ്റി അവർ ഒരുമിച്ച് ചിന്തിച്ചു. തോട്ടത്തിൽ അധ്വാനിക്കുകയായിരുന്ന അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന് അവൾ നിറകണ്ണുകളോടെ തൻ്റെ ആഗ്രഹത്തെപ്പറ്റി പറഞ്ഞു. വേദനയുടെ അലകൾ മനസ്സിൽ ആഞ്ഞടിച്ചെങ്കിലും അതിനുള്ള പ്രായമാവട്ടെ എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തൻ്റെ ആശ്വാസവും സന്തോഷവും ജീവനുമായിരുന്ന തൻ്റെ പൊന്നോമന മകളെ പറ്റിയുള്ള ദൈവഹിതം അതാണെന്ന് തിരിച്ചറിഞ്ഞ മാർട്ടിൻ അവളെയും സമർപ്പിത ജീവിതത്തിനായി വിട്ടുകൊടുത്തു. മെത്രാന്റെ അനുമതിക്കായി പോകുമ്പോൾ പ്രായം കൂടുതൽ തോന്നുന്നതിനായി അവൾ തലമുടി പൊക്കിക്കെട്ടിവെച്ചു. എന്നാൽ കുറച്ചുനാൾ കൂടി കാത്തിരിക്കാനായിരുന്നു മെത്രാന്റെ മറുപടി. അപ്പച്ചൻ തൻ്റെ പൊന്നോമന മകൾക്കായി വാദിച്ചെങ്കിലും ഫലമുണ്ടായില്ല. റോമിൽ പോയി മാർപ്പാപ്പയെ കാണാൻ അവൾ തീരുമാനിച്ചു.
15-ാം വയസ്സിൽ തന്നെ കർമ്മല മഠത്തിൽ ചേരണമെന്ന ദൃഢനിശ്ചയവുമായി അവൾ ലയോ 13-ാമൻ പാപ്പയുടെ മുന്നിൽ ചെന്നു. കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ തൻ്റെ ആഗ്രഹം പാപ്പയെ അറിയിച്ചു. ദൈവം കനിയുന്ന പക്ഷം നീ കർമ്മല മഠത്തിൽ പ്രവേശിക്കുമെന്നായിരുന്നു പാപ്പയുടെ തീരുമാനം. വീട്ടിൽ മടങ്ങിയെത്തിയ തെരേസയ്ക്ക് ഏറെ താമസിയാതെ മഠാധിപയുടെ ഒരു കത്ത് കിട്ടി. മഠത്തിൽ പ്രവേശിക്കാനുള്ള അധികാരികളുടെ അനുമതി നൽകിക്കൊണ്ടുള്ള ആ എഴുത്ത് കണ്ട് കൊച്ചു ത്രേസ്യ ആനന്ദം കൊണ്ട് മതിമറന്നു. മഠപ്രവേശനത്തിനുള്ള ദിനത്തിനായി അവൾ കാത്തിരുന്നു. എന്റെ ദൈവവിളി സ്നേഹമാണെന്നുദ്ഘോഷിച്ച അവളുടെ എളിയ ജീവിതം ദൈവസ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു. ആധ്യാത്മിക ശിശുത്വം എന്ന കുറുക്കു വഴിയിലൂടെ അവൾ വിശുദ്ധിയുടെ ഉന്നത പടവുകൾ ചവിട്ടിക്കയറി. കൊച്ചുറാണി തൻ്റെ വീടിനോട് യാത്ര പറയുന്ന ദിവസം വന്നെത്തി. മാർട്ടിൻ കുടുംബത്തിൽ ശ്മശാന മൂകത തളം കെട്ടി. സെലിൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ രാജാവിൻ്റെ കൈപിടിച്ച് അവൾ വീടിൻ്റെ പടിയിറങ്ങി. മനസ്സിൻ്റെ വേദനകളിലെല്ലാം തന്നെ താങ്ങി നിർത്തിയ അപ്പച്ചൻ്റെ കരങ്ങൾ അവളെ ശക്തിപ്പെടുത്തി. മഠത്തിലെത്തി അവൾ അപ്പച്ചൻ്റെ മുന്നിൽ ആശീർവാദത്തിനായി മുട്ടുകുത്തി. അദ്ദേഹം അവളെ ചുംബിച്ചനുഗ്രഹിച്ചു. തൻ്റെ 4ാമത്തെ മകളെയും കർത്താവിൻ്റെ ഉദ്യാനത്തിലേക്ക് പറിച്ചു നട്ട ആ ധന്യപിതാവിൻ്റെ ദൃശ്യം ആരുടെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. കൊച്ചു ത്രേസ്യ തൻ്റെ കർമ്മല ജീവിതം ഏറെ പ്രാർത്ഥനയോടെയും പരിത്യാഗത്തോടെയും ആരംഭിച്ചു. സ്നേഹിക്കാൻ മാത്രമായിരുന്നു അവൾക്കറിയാവുന്നത്. ഈശോയെ ഈ ഭൂമിയിൽ മറ്റാരും ചെയ്യാത്ത വിധം സ്നേഹിപ്പിക്കുക എന്നതായിരുന്നു അവളുടെ ജീവിതാഭിലാഷം. ഉണ്ണീശോയുടെ കളിപ്പന്ത് എന്നാണ് അവൾ തന്നെ വിശേഷിപ്പിച്ചത്. അധികാരികളിൽ നിന്നും കൂടെയുള്ളവരിൽ നിന്നും കുറ്റപ്പെടുത്തലുകളും ശാസനകളും ലഭിച്ചപ്പോൾ അവൾ കുഞ്ഞാടിനെ പോലെ ശാന്തത പാലിച്ചു. ആത്മാക്കളെ രക്ഷിക്കുന്നതിനായി കുരിശിൻ്റെ വഴി പുൽകുന്നതിൽ അവൾ സന്തോഷിച്ചു. സഹനങ്ങളാകുന്ന രത്നങ്ങൾ കൊണ്ട് അവൾ തൻ്റെ സഭാവസ്ത്രം നെയ്തുകൊണ്ടിരുന്നു. ജനുവരി 10 അവൾ കർമ്മല വസ്ത്രം സ്വീകരിച്ചു. ആ ധന്യനിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ അവളുടെ അപ്പച്ചനെത്താൻ സാധിച്ചില്ല. രോഗം മൂർച്ഛിച്ച് അദ്ദേഹം ബോധരഹിതനായി കിടപ്പിലായിരുന്നു. പത്തൊമ്പത് വയസ്സുള്ള നവകന്യകയെ ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങൾക്ക് അധികാരികൾ കുറ്റപ്പെടുത്തുമായിരുന്നു. താഴ്ന്ന ജോലികൾ ചെയ്യുന്നതിലും പ്രായമായ കന്യാസ്ത്രീകൾക്ക് സഹായമാകാനും അവൾ ശ്രദ്ധിച്ചു. തന്നെ വെറുത്ത് സംസാരിച്ചവരോട് അവൾ മധുരമായി സംസാരിച്ചു. അപ്പച്ചനെക്കുറിച്ചും സെലിൻ ചേച്ചിയെക്കുറിച്ചുമുള്ള ഉത്കണ്ഠയും അവളെ അലട്ടി. 9 വർഷം നീണ്ടുനിന്ന കന്യകാ ജീവിതത്തിൻ്റെ മുഴുവൻ തന്നെ മാനസികവും ശാരീരികവുമായ പീഡകളുടെ കാലമായിരുന്നു. അതിനിടയിൽ പിതാവിൻ്റെ മരണവാർത്ത അവളെ തളർത്തി. അതേ തുടർന്ന് സെലിനും കർമ്മലമഠത്തിൽ ചേർന്നതോടെ കർത്താവിൻ്റെ മണവാട്ടികളുടെ ഒരു ഉദ്യാനമായി മാർട്ടിൻ കുടുംബം രൂപാന്തരപ്പെട്ടു. കർമ്മലമഠത്തിന്റെ ഭിത്തികൾക്കുള്ളിൽ മാത്രം ജീവിച്ച് 25-ാമത്തെ വയസ്സിൽ അവൾ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ലോകാവസാനം വരെയും ദൈവസ്നേഹത്തെ പ്രതി ആത്മാക്കളെ നേടാനുള്ള തന്റെ പ്രേക്ഷിത ദൗത്യം തുടരുമെന്നറിയിച്ചതിന് ശേഷമായിരുന്നു ആ പുണ്യാത്മാവ് ഭൂമിയിൽ നിന്നും പറന്നുയർന്നത്.
ഒരു യോദ്ധാവിൻ്റെയും പ്രേക്ഷിതൻ്റെയും രക്തസാക്ഷിയുടെയും ദൈവവിളി കർമ്മലമഠത്തിൻ്റെയും 4 ചുവരുകൾക്കുള്ളിൽ അവൾ നിർവഹിച്ചു. അവൾ ഇപ്രകാരം എഴുതി: എൻ്റെ പ്രാണപ്രിയനായ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതിലധികം ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നുവെന്ന് പറയാൻ ഇടയാകാത്തക്ക വിധം എനിക്ക് ഈശോയെ സ്നേഹിക്കണം. അവളുടെ സഹനങ്ങളുടെ തോത് വർദ്ധിപ്പിച്ചു. രക്തം വമിക്കുന്ന ചുമകളും ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും രൂക്ഷമായി. ഉടൻ തന്നെ സ്വർഗത്തിൽ പോകാനാകുമല്ലോ എന്നവൾ ആശ്വസിച്ചു. ശാരീരിക ക്ലേശങ്ങളും മാനസിക പീഡകളും ആന്തരിക സംഘർഷങ്ങളും ഒന്നുപോലെ അലട്ടിയപ്പോഴും അവൾ പുഞ്ചിരിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു. മിഷണറി സഹോദരങ്ങൾക്കായും ആത്മാക്കളുടെ രക്ഷയ്ക്കായും അവൾ തൻ്റെ സഹനങ്ങൾ കാഴ്ചവെച്ചു. മരണക്കിടക്കയിൽ കിടന്ന് അവൾ പറഞ്ഞു: എൻ്റെ സ്വർഗീയ ജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കും. മരണശേഷം അനുഗ്രഹങ്ങളുടെ റോസാ വർഷങ്ങൾ ഞാൻ ചൊരിയും. 1897 സെപ്റ്റംബർ 20 തെളിഞ്ഞ സ്വരത്തിൽ അവൾ അവസാനമായി ഉച്ചരിച്ചു: എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പൂർണ്ണ സൗഖ്യം കിട്ടിയാൽ എന്ന പോലെ അവൾ സൗന്ദര്യം പ്രാപിച്ചു. തുടർന്ന് ശാന്തമായി അവൾ തൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു. അധികമാരും അറിയപ്പെടാത്ത കേവലം 24 വയസ്സുവരെ ജീവിച്ച ഈശോയുടെ ചെറുപുഷ്പത്തെ 10-ാം പിയൂസ് മാർപ്പാപ്പ 1925 വിശുദ്ധയായും അഖില ലോക മിഷൻ മധ്യസ്ഥയായും പ്രഖ്യാപിച്ചു. ആധുനിക ലോകത്തിന് അന്യമായിരിക്കുന്ന വിശുദ്ധിയുടെയും ആത്മീയ വേർതിരിവിന്റെയും മാർഗം കാണിച്ചു തന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ നമുക്ക് മാതൃകയാകട്ടെ. ഹൃദയ നൈർമല്യമുള്ളവർക്കും പാപികൾക്കും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യത്തിന്റെയും മാനസാന്തരത്തിന്റെയും പാഠങ്ങൾ അവരുടെ കൊച്ചു ജീവിതം നമുക്ക് മുൻപിൽ തുറന്നു കാട്ടുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയെ പോലെ ചിരിച്ചും ചിരിപ്പിച്ചും സ്നേഹിച്ചും സ്നേഹിപ്പിച്ചും ക്ഷമിച്ചും സഹിച്ചും വിട്ടുകൊടുത്തും എളിമപ്പെട്ടും നമ്മുടെ ജീവിതങ്ങളും സ്വർഗത്തിനും സഭയ്ക്കും അനുഗ്രഹങ്ങളാകട്ടെ. ടീൻ സെയിൻസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം.